ഹായ് കൂട്ടുകാരെ. അപ്പോൾ ദേ ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ കഞ്ഞിപ്പാടത്തിൻ്റെ പൂക്കെയ്തയാറ്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവേ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഇതുവഴി ഒന്ന് വരേണ്ടി വന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ അകലത്തായിട്ടാണ് ഈ ആറ് ഉള്ളത്. അപ്പോൾ എനിക്കിന്ന് ഈ ആറിൻ്റെ തീരത്തൂടെ രാവിലെ ഒന്ന് വരേണ്ടി വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആറ്റിക്കൂടി ഇഷ്ടം പോലെ ഹൗസ് ബോട്ട് പോവുകയാണേ. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഞങ്ങളുടെ കഞ്ഞിപ്പാടത്തിനെ ഇത്രയേറെ ഭംഗിയായിട്ട് നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഈ പൂക്കെയ്തയാറിന് ഉണ്ട് കേട്ടോ. എത്ര വേനൽ വന്നാലും വെള്ളം പറ്റാതെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പൂക്കെയ്തയാറ് പമ്പയാറിൻ്റെ കൈവഴിയാണേ. പമ്പയാറ്റിൽ വെള്ളം ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ചാണ് ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും. പമ്പയാറ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പൂക്കെയ്തയാറ്റിലും വെള്ളം കൂടുതലുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ആറിനെ ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ കൃഷികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടന്നു പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആറാണ് കേട്ടോ. എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ആറും തോടും പുഴയൊക്കെ കണ്ടാലും ശരി, എനിക്ക് ഈ പൂക്കേരിയാറിനോട് എന്തോ ഒരു ഭയങ്കര ഇഷ്ടക്കൂടുതലാണേ. എനിക്ക് പക്ഷേ ആദ്യമായിട്ട് ഇവിടെ വരുമ്പം ഈ വെള്ളം കാണുന്നതൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങി എനിക്ക് ശീലമൊന്നുമില്ലായിരുന്നു. ആദ്യം വരുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ പടിയേലിരുന്ന് വെള്ളം കാണുന്നതല്ലാതെ ആറ്റിലോട്ടൊന്നും ഇറങ്ങുമോ ഒന്നും ചെയ്യത്തില്ലായിരുന്നേ. പക്ഷെ പിന്നെ പതിയെ പതിയെ പൂക്കേതയാറുമായിട്ടങ്ങ് കൂട്ടായി. പിന്നെ ഞാനിവിടെ കുളിക്കാൻ വരും, നനയ്ക്കാൻ വരും ഒക്കെ ചെയ്യും. ഒരു കാലത്ത് ഞാനിവിടെ വന്നിരുന്ന സമയത്ത് ഇവിടെ ഇന്നത്തെ പോലെ പൈപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നേ. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പൈപ്പ് ഒരു 300-400 മീറ്റർ ഇടയ്ക്ക് ഓരോ പൈപ്പുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ വെള്ളം എടുക്കണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പൈപ്പ് കണക്ഷൻ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നല്ല കഞ്ഞിപ്പാടത്ത് വളരെ ചുരുക്കം വീടുകളിലെ പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം എടുക്കണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 300-350 മീറ്റർ അകലെ ഉള്ള സ്ഥലം വരെ പോകണമായിരുന്നേ. അപ്പോൾ ഒരു വലിയ പ്ലാസ്റ്റിക് കുടമൊക്കെ ഇങ്ങനെ ഏണിന് വെച്ച് വെള്ളം എടുത്തോണ്ടാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനൊക്കെ വലിയ ക്ഷാമമായത് കാരണം എല്ലാവരും നനയ്ക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആറ്റിലാണ്. തോട്ടിലും നല്ല വെള്ളമായിരുന്നു. അന്നൊക്കെ ഇവിടങ്ങളിൽ പലരും ചോറ് വെക്കാൻ പോലും ഈ ആറ്റിലെ വെള്ളം ഉപയോഗിക്കുമായിരുന്നേ. ആറ്റിലെ വെള്ളം തലേദിവസം എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തെളി ഊറ്റിയൊക്കെ ചോറ് വരെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അത്രയേറെ ഉപയോഗത്തിലുണ്ടായിരുന്നൊരു ആറാട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി. ഇപ്പോൾ ആരും അങ്ങനെ വെള്ളമൊന്നും അധികം ഉപയോഗിക്കാറൊന്നുമില്ലേ. ഈ ഹൗസ് ബോട്ടൊക്കെ ഒത്തിരി ഒഴുകുന്ന വെള്ളമൊക്കെ ഒത്തിരി ഇങ്ങനെ ചീത്തയായിട്ടൊക്കെ കിടക്കുക. ചീത്തയായി എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഭക്ഷണത്തിനോ കുടിക്കാനോ ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ആറ്റിൽ കഴുന്നയുണ്ട്, അമീബിക് ജ്വരം എന്നൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും ആറ്റിൽ കുളിക്കാരുമൊക്കെ അങ്ങ് ഒരുപാട് കുറഞ്ഞു കേട്ടോ. എന്നാലും ശരി, നമ്മളിങ്ങനെ ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. രാവിലെയൊക്കെ ആകുമ്പോൾ പറയാനും നല്ല ഇതാണ്. കാരണം നല്ല ഭംഗിയായിട്ട് നല്ല സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്ത് മഞ്ഞൊക്കെ ഇങ്ങനെ, ഇപ്പം ആറ്റിൽ മഞ്ഞ് വീണ് കിടക്കും. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത്. നിങ്ങളൊന്ന് ക്ലിയറായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈറ്റ് കൂടുതലിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ എത്ര ഹൗസ് ബോട്ട് പോയി നിങ്ങൾ കണ്ടോ? ഒരുപാട് ഹൗസ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം പള്ളാത്തുരുത്തിയിൽ അതുപോലെ തന്നെ കൈനകരിയിലൊക്കെ ചെന്ന് അവിടുന്ന് ആൾക്കാരെയും കൊണ്ട് വരുന്ന ഹൗസ് ബോട്ടുകളാണേ. ഇത് സന്ധ്യയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് സ്റ്റേ ചെയ്യും. എന്നിട്ട് പിന്നെ രാവിലെ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ. അപ്പോൾ നല്ല ഭംഗിയല്ലേ ഞങ്ങളുടെ ഈ ആറും പരിസരവും ഒക്കെ കാണാനായിട്ട്. വൈശമ്പാകം കഞ്ഞിപ്പാടം പൂക്കെയ്തയാറ് ഇങ്ങനെ ഒഴുകുന്നത് വൈശമ്പാകം കഞ്ഞിപ്പാടം ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു 6-7 വർഷത്തിന് മുമ്പ് വൈശമ്പാകം കഞ്ഞിപ്പാടം പാലം വന്നിട്ടുണ്ട്. അപ്പോൾ പാലം വന്നപ്പോഴത്തേക്കും അക്കരെ ഇക്കരെയുള്ള സഞ്ചാരമൊക്കെ കൂടുതൽ നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ചങ്ങനാശ്ശേരി വഴി പോയി വരുന്നവർക്കൊക്കെ അമ്പലപ്പുഴ അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജൊക്കെ വരാനായിട്ട് എളുപ്പത്തിൽ വന്ന് ചേരാനും ഒക്കെ പറ്റും പാലം വന്നപ്പോഴത്തേക്കുവേ. അപ്പോൾ ഞാനിന്ന് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ വീഡിയോ?